ജീവിതം രണ്ടാമതൊരു അവസരം നൽകുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ അവസരവും നഷ്ടപ്പെടുത്താം. ഒന്ന് ശ്രമിച്ചു പോലും നോക്കാതെ തോറ്റു പിന്മാറും. അല്ലാത്ത പക്ഷം നിങ്ങൾ മിനിമം ആന്റണിയെ പോലെയെങ്കിലും ആകും. യുവേഫ കോൺഫറൻസ് ലീഗ് സെമി രണ്ടാം പാദത്തിൽ റയൽ ബെറ്റിസ് ഫിയോറന്റീനയെ നേരിടുകയാണ്. ആദ്യ പാദത്തിലെ നേരിയ ലീഡിന്റെ ബലത്തിൽ ബെറ്റിസ് ആദ്യ യൂറോപ്യൻ ഫൈനൽ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് കിട്ടിയ ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി അകത്തേക്ക് കയറുമ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് ഇങ്ങനെ ആരവമുയർന്നു. ഇതാ അയാൾ ബെറ്റിസിനെ അവർ ഇത്ര നാൾ ആഗ്രഹിച്ച സ്വപ്നഭൂമികയിലേക്ക് നടത്തിച്ചിരിക്കുന്നു. ആദ്യമായി അവർ യൂറോപ്യൻ ഫൈനൽ കളിക്കാൻ തയ്യാറെടുക്കുന്നു. സെമി ഫൈനലിൽ രണ്ടാം പാദത്തിലും ഗോൾ കണ്ടെത്തിയ ശേഷം അയാൾ ബെറ്റിസ് ആരാധകരുടെ അരികിലേക്ക് ഓടി കഴുത്തിൽ പച്ചകുത്തിയ പോർച്ചുഗീസ് വാക്കിനെ ചൂണ്ടിക്കാട്ടി. ഇലുമിനാഡോ എന്ന ആ വാക്കിന്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നായിരുന്നു. അതെ, അവരെ സ്വപ്നഭൂമികയിലേക്ക് നടത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് മാത്രം ടീമിലെത്തിയ ആ ബ്രസീലുകാരൻ. അയാക്സിൽ അത്ഭുതമായ യുണൈറ്റഡിൽ സ്ട്രഗിൾ ചെയ്ത അയാൾക്ക് റയൽ ബെറ്റിസ് രണ്ടാമതൊരു അവസരം നൽകി. കുട്ടിക്കാലത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച മുത്തശ്ശിക്കഥ പോലൊരു കരിയർ. യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിലൊന്നിൽ ഓൾഡ് ട്രാഫർഡിൽ വന്നിറങ്ങുക. മാസങ്ങൾക്ക് ശേഷം ആർപ്പ് വിളിച്ച അതേ കാണികളുടെ കൂക്കിവിളി കേൾക്കേണ്ടി വരിക. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും മീമുകളുമായി നിറയുക. ഡ്രീം ക്ലബിൽ ഒന്നുമാകാതെ ലോണിൽ സ്പെയിനിലേക്ക് വണ്ടി കയറേണ്ടി വരിക. എന്നാൽ സ്പെയിനിൽ അയാൾക്കായി കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ബെറ്റിസിൽ അയാൾ സ്വയം കണ്ടെത്തുന്നു. ഇനിയും തന്നിൽ ഫുട്ബോൾ ബാക്കിയുണ്ടെന്ന് തിരിച്ചറിയും. മാസങ്ങൾക്കുള്ളിൽ അവരുടെ എല്ലാം ആകും. 2022 ഓഗസ്റ്റിലാണ് 86 മില്യൺ യൂറോയ്ക്ക് ഡച്ച് വമ്പന്മാരായ അയാക്സിൽ നിന്ന് ആന്റണി യുണൈറ്റഡിലേക്ക് എത്തുന്നത്. അയാക്സിലെ 2 സീസണുകളിൽ കളം നിറഞ്ഞു കളിച്ച താരത്തെ ടെൻ ഹാഗാണ് യുണൈറ്റഡിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ് ബിഗ് തിങ് എന്ന യുണൈറ്റഡ് ആരാധകർ സെലിബ്രേറ്റ് ചെയ്ത ആന്റണിക്ക് യുണൈറ്റഡിലെ സ്റ്റിന്റ് ആഗ്രഹിച്ചതുപോലെ ആയില്ല. അയാക്സിലെ ആന്റണിയുടെ നിഴല് പോലും യുണൈറ്റഡിൽ കണ്ടതേയില്ല. യൂറോപ്പ ലീഗ് പ്ലേ ഓഫിൽ ബാഴ്സയെ വീഴ്ത്തിയ വിജയ ഗോളല്ലാതെ മറ്റൊരു വൗ മൊമെന്റും ആദ്യ സീസണിൽ ആന്റണിയിൽ നിന്നും ഉണ്ടായി. 10 മാസത്തോളം ക്ലബിനായി ഒരു ഗോൾ പോലും കണ്ടെത്താനാകാതെ അയാൾ സ്ട്രഗിൾ ചെയ്തു. 2ലേറെ സീസണുകളിൽ നിന്നായി 96 മത്സരങ്ങൾ, 12 ഗോളുകൾ, 5 അസിസ്റ്റുകൾ. യുണൈറ്റഡിലെ ആന്റണിയുടെ കാലം ഈ നമ്പറുകളിൽ ഒതുങ്ങി. മത്സരത്തിനിടെ ഗാലറിയിൽ നിന്ന് യുണൈറ്റഡ് ആരാധകർ അയാളോട് ടീം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും മോശം സൈനിങ് എന്ന പോസ്റ്ററുകൾ അതേ ഗാലറിയിൽ പ്രത്യക്ഷപ്പെട്ടു. അകാലത്തിൽ ഇല്ലാതായ മറ്റൊരു ബ്രസീലിയൻ ടാലന്റ് എന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ വിധിയെഴുതി. ഒടുവിൽ 2024-25 സീസണിന്റെ പകുതിയിൽ താരത്തെ റയൽ ബെറ്റിസിലേക്ക് ലോണിന് വിടാൻ ടീം മാനേജ്മെന്റ് നിർബന്ധിതരായി. ഗോട്ട ആന്റണിയുടെ കളികൾ ഇനി സ്പെയിനിൽ. റയൽ ബെറ്റിസിന് ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയ വാളുകളിൽ ട്രോളുകൾ നിറഞ്ഞു. എന്നാൽ റയലിനെയും സിറ്റിയെയും വെസ്റ്റ് ഹാമിനെയും ഒക്കെ കളിപഠിപ്പിച്ച പെല്ലഗ്രീനി ആന്റണിയെ കണ്ടത് പെർഫെക്റ്റ് ഹീറോ മെറ്റീരിയലായാണ്. അറ്റാക്കിംഗ് സിസ്റ്റത്തിന്റെ കുന്തമുനയായി ആന്റണിയെ പെല്ലഗ്രീനി സ്വതന്ത്രനാക്കി വിട്ടു. ഫലമോ, ബോക്സിന് പുറത്തു നിന്നും ചാട്ടുളികൾ പോലുള്ള ഷോട്ടുകൾ എതിർ ഗോൾ പോസ്റ്റുകളിലേക്ക് നിരന്തരം അയാൾ തൊടുത്തുവിട്ടു. വിങ്ങറും സ്ട്രൈക്കറും പ്ലേ മേക്കറുമായൊക്കെ അയാൾ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിച്ചു. വോളികളും ഫ്രീക്കുകളും നിസാരമെന്നോണം ഗോളാക്കി മാറ്റി. ഒടുവിൽ കോൺഫറൻസ് ലീഗ് സെമിയിൽ ഫിയോറന്റീനയ്ക്കെതിരെ ഇരുപാദങ്ങളിലും ടീമിനെ തോളിലേറ്റി. ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായി അവരെ ഒരു യൂറോപ്യൻ ഫൈനലിലേക്ക് നയിക്കുന്നു. അതെ, അയാൾ വീണുകിട്ടിയ ആ സെക്കൻഡ് ചാൻസിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ആന്റണിക്കൊപ്പം ചരിത്രത്തിലെ ആദ്യ യൂറോപ്യൻ കിരീടം ബെറ്റിസ് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചെൽസിക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നുമില്ല. ഈ രണ്ടാം ജന്മം സെലിബ്രേറ്റ് ചെയ്യാൻ ആന്റണിക്കും ആ കിരീടം അത്യാവശ്യമാണ്. സീസണിനൊടുവിൽ ബെറ്റിസിലെ ആന്റണിയുടെ ലോൺ സ്റ്റിന്റ് അവസാനിക്കുകയാണ്. ക്ലബ്ബ് താരത്തെ സ്വന്തമാക്കുമെന്നോ യൂറോപ്പ കിരീടം കൈവിട്ട യുണൈറ്റഡ് അടുത്ത സീസണിലെ പ്രൊജക്റ്റിൽ ആന്റണിയെ ഉൾപ്പെടുത്തുമെന്നോ വ്യക്തമല്ല. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡും ഇറ്റാലിയൻ ലീഗിലെ വമ്പന്മാരും താരത്തിന് പിന്നാലെയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ബെറ്റിസിനെ അവരുടെ സ്വപ്നഭൂമികയിലേക്ക് നയിച്ചതുപോലെ മനോഹരമായൊരു കരിയറിലേക്ക് അയാളും നടന്നെടുക്കട്ടെ. എന്തെന്നാൽ ആന്റണി അത് അത്രമേൽ അർഹിക്കുന്നുണ്ട്. ജീവിതം രണ്ടാമതൊരവസരം നൽകുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം മിനിമം ആന്റണിയെ പോലെയെങ്കിലും ആകുമെന്ന്.